എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ സുരേന്ദ്രൻ വെങ്ങര. ഇന്നൊരു നാട്ടുമാവിലെ ഞാൻ ലെയർ ചെയ്തത്. അതായത് ഈ വപ്പക്കായ് മാങ്ങയില്ലേ, നമ്മളെ ഇളമാങ്ങ എന്നെല്ലാം പറഞ്ഞ അതിൻ്റെ ഒരു രുചിയും മണവും സുഗന്ധവും ഇല്ല ഒരു നാട്ടുമാവ്. പക്ഷേ അതിനൊക്കെ നല്ല വലിപ്പം ഉണ്ടാവും. ഈ മാങ്ങക്ക് നല്ല വലിപ്പമാണ്. ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു മാവാണ്. ഞാൻ തന്നെ അത് വിളവെടുപ്പ് എല്ലാം ഞാൻ തന്നെയാണ്, പറിക്കലെല്ലാം ഞാൻ തന്നെയാണ്. എല്ലാം നല്ല ഹൈറ്റിലെ മാവാണ്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, അധ്വാനമുണ്ട്. ഭയങ്കര റിസ്ക്കാണ് ഇത് ചെയ്യൽ. നല്ല ഹൈറ്റിലെ മാവാണ് ഇത്. ഇത് നിറയെ വേരാണ്, വേണ്ടല്ലേ. 3 മാസം കഴിഞ്ഞു. അത് നല്ല വേരെല്ലാം നല്ല കട്ടി പിടിച്ചിട്ടുണ്ട്. ഇത് 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 കണ്ട ഇത് കംപ്ലീറ്റ് ഞാൻ കട്ട് ചെയ്ത് വിട്ടു. ഈ ഇലയെല്ലാം കട്ട് ചെയ്തതാണ്. ഈ കമ്പ് മാത്രം നിർത്തിയില്ല. ഇതിന് ഈ ഗ്രോ ബാഗിലേക്ക് നടണം. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ നാട്ടുമാവുകൾ ഇഷ്ടം മാതിരി ഉണ്ട് ഇടാം. പക്ഷേ നമുക്ക് ആർക്കും അറിയില്ല. അത് കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് നമുക്ക് എണ്ണിയാൽ തീരില്ല. നമ്മൾ ഈ ഗോലാക്കും മറ്റേ കാറ്റിമോനും മറ്റേ എന്താന്ന് പറയുന്നത്, പിന്നെ ബനാന മാങ്കോ, നാംഡോക്ക്, ഇതിൻ്റെ ഒന്നും പിറകിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം അതിനെല്ലാം കവച്ച് വെക്കുന്ന മാവ്, നല്ല നാട്ടുമാവ് നമ്മളിവിടെ ഉണ്ട്. പക്ഷേ ഇതൊന്നും നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടില്ല. അതതിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മളെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയത്, മരുന്നടിക്കണ്ട, പിന്നെ ഒരാഴ്ച വെള്ളം നനച്ചിട്ട് ഉണങ്ങിപ്പോവില്ല. അങ്ങനെ എല്ലാം ഒരുപാട് പ്രത്യേകതയുണ്ട്. പിന്നെ അധികം കീടങ്ങളില്ല, പുഴുക്കുത്തില്ല. ഈ മാവിനൊന്നും പുഴുക്കുത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പുഴുക്കത്തില്ല, നല്ല രുചിയുള്ള മാങ്ങ. ഇതിന് ആയുസ് കുറവാണ്. ഈ ഇപ്പം മാവിടിയില്ല ഈ മാവിനും ആ മാവിനൊക്കെ ആയുസ് കുറവാണ്. കാരണം ഈ നിമിഷം അത് മുറിച്ച് മാറ്റപ്പെടും. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ഒരു ലെയർ ചെയ്ത തൈ ഞാൻ ഉണ്ടാക്കിയത്. ഇതിൻ്റെ മൾട്ടിഗ്രാഫ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ലെയറിങ് മാത്രമാണ്. കാരണം തായ്വേര് ഇതിനില്ല. ഇതിന് ഡ്രമ്മിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാനേ പറ്റുമല്ലോ. എന്നിട്ട് കൊമ്പെല്ലാം കോതി അത് ബുഷായിട്ട് എടുത്തിട്ട് അങ്ങനെ കൊണ്ടുവരണം. ട്രെയിനിങ് ചെയ്യണം മാവിനെ. വലിയ മരമായിട്ട് വിടാൻ പാടില്ല. കാരണം നമുക്കത് ഭാവിയിലേക്ക് അതിപ്പോൾ മാങ്ങ പറിക്കാനും വലിയ പ്രയാസം അനുഭവപ്പെടും. ഇതെല്ലാം നല്ല ചകിരിച്ചോറ്, ചാണകപ്പൊടിയൊക്കെ നിറച്ചിട്ട് 1 മാസം ഉൾപ്പെടെ നിറച്ച് സെറ്റാക്കിയതാണ്. കാരണം മണ്ണിൻ്റെ അസിഡിറ്റിക്കെല്ലാം മാറ്റി pH മൂല്യമെല്ലാം കറക്റ്റ് ചെയ്തതാണ്. ഇത് ചെയ്തതാണ്. ഇനി നമുക്ക് വേണം pH മൂല്യം കുറഞ്ഞാൽ ഒരു പച്ചക്കക്ക. ഇതിലെല്ലാം എത്ര ഇട്ടാലും പ്രശ്നമില്ല. പച്ചക്കക്ക കുമ്മായി മാതിരിയല്ല. കുമ്മായി ഇട്ട് കഴിഞ്ഞാൽ ഈ സൂക്ഷ്മജീവികളെല്ലാം ചത്തുപോകും. അതുമാത്രമല്ല, ഇത് ചെടിക്ക് ഭയങ്കര ഷോക്കായിരിക്കും. ഇത് എത്ര ഇട്ടാലും ചെടിക്ക് ഒരു ഷോക്കും വരില്ല. ഒരു 10-15 വർഷം കൊണ്ടൊന്നും ഇത് വർക്ക് ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പച്ചക്കക്കേൻ്റെ പ്രത്യേകത അതാണ്. അതിപ്പോൾ എല്ലാവരും എല്ലാവർക്കും അത് ബോധ്യമായി തുടങ്ങി. ഇന്നിപ്പം മാർക്കറ്റിൽ തീർത്ഥ എന്നെല്ലാം പറഞ്ഞിട്ട് ഈ പച്ചക്കക്ക അങ്ങനെ കുറേ പിന്നെ ഈ കമ്പനികൾ ഇറക്കുന്നുണ്ട്. അതിന് ഏറ്റവും നല്ലത് നമ്മൾ ഇളമ്പക്ക വാങ്ങിച്ചിട്ട് അത് പൊടിച്ച് മണ്ണിലേക്ക് ചേർക്കുന്നതാണ് നല്ലത്. ഒരു തരം കെമിക്കലും അതിലില്ല. ഓക്കെ, ബൈ.